ഹായ് ഹലോ ഫ്രണ്ട്സ്, സ്റ്റഡി ഗ്രൂപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും റിവിഷൻ നടത്തി പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്ന് തന്നെ കരുതുന്നു. നമുക്ക് ഇന്ന് നോക്കാനുള്ള കലയും സാഹിത്യവും എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് PSC ബുള്ളറ്റിന് പ്രസിദ്ധീകരിച്ച ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. ഒന്നും പോലും വിടാനില്ല, എല്ലാം പഠിക്കണം. അപ്പോൾ നമുക്ക് നോക്കാം. കലയും സാഹിത്യവും എന്നാണ് ടോപ്പിക്ക്. ഒന്നാമത്തെ ചോദ്യം, പ്രണബ് മൈ ഫാദർ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ശർമിഷ്ഠ മുഖർജി. രണ്ടാമത്തെ, ആരാണ് ഈ ഐറിഷ് നോവലിസ്റ്റ്? അതായത് പ്രസ്താവന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഐറിഷ് നോവലിസ്റ്റിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ തന്നിട്ടുണ്ട്. ആ നോവലിസ്റ്റിൻ്റെ പേര് കണ്ടെത്തുക. അപ്പോൾ പ്രസ്താവന എന്തൊക്കെയാണെന്ന് നോക്കാം. 2023 ബുക്കർ പുരസ്കാരത്തിന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട ദ ബീ സിറ്റിംഗ് എന്ന നോവൽ ഇദ്ദേഹത്തിൻ്റെതാണ്. 2023 ബുക്കർ പുരസ്കാരത്തിന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട ദ ബീ സ്റ്റിംഗ് എന്ന നോവൽ ഇദ്ദേഹത്തിൻ്റെതാണ്. അടുത്തത്, ഈ നോവൽ 2023 വർഷത്തിലെ നോവൽ ഓഫ് ദി ഇയർ പുരസ്കാരമായ ഐറിഷ് ബുക്ക് അവാർഡ് നേടി. അടുത്തത്, രണ്ടാമത്തെ നോവലായ സ്കിപ്പി ഡൈസ് 2010 ബുക്കർ പുരസ്കാരത്തിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു. ഇനി പറയുന്നത്, മെറ്റൽ ഹേർട്ട് എന്ന ഐറിഷ് ചിത്രത്തിന് തിരക്കഥയൊരുക്കി. അപ്പോൾ ഇത്രയും ഐറിഷിനെ കുറിച്ചിട്ട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ ഈ വ്യക്തി ആരാണ് എന്നാണ് ചോദിക്കുന്നത്. പോൾ മുറേ. അപ്പോൾ പോൾ മുറേയുടെ പ്രത്യേകത എന്തൊക്കെയാണ്? 2023 ബുക്കർ പുരസ്കാരത്തിന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട ദ ബീ സ്റ്റിംഗ് എന്ന നോവൽ ഇദ്ദേഹത്തിൻ്റെതാണ്. ഈ നോവൽ 2023 വർഷത്തിലെ നോവൽ ഓഫ് ദ ഇയർ പുരസ്കാരമായ ഐറിഷ് ബുക്ക് അവാർഡ് നേടി. അത് ഒന്നാമത്തെ ചോദ്യം. നമുക്ക് ഇതിൽ നിന്നൊരു ചോദ്യം കൂടി വരും. എങ്ങനെ? 2023 വർഷത്തിലെ നോവൽ ഓഫ് ദ ഇയർ പുരസ്കാരമായ ഐറിഷ് ബുക്ക് അവാർഡ് നേടിയത് ഏത് നോവലാണ്? ദ ബീ സ്റ്റിംഗ് എന്നാണ്. രണ്ടാമത്തെ നോവലായ സ്കിപ്പി ഡൈസ് 2010 ബുക്കർ പുരസ്കാരത്തിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു. മെറ്റൽ ഹേർട്ട് എന്ന ഐറിഷ് ചിത്രത്തിന് തിരക്കഥയൊരുക്കിയത് ആരൊക്കെയാണ്? പോൾ മുറേ എന്നാണ് പേര്. അടുത്തത്, മൂന്നാമത്തെ ചോദ്യം, ദളിത് ജെൻഡർ പഠനങ്ങളിൽ തുടക്കക്കാരിയായിരുന്ന കെ ശാരദാമണി ഒരു പ്രമുഖ സാമൂഹ്യ ശാസ്ത്രജ്ഞ, സാമൂഹ്യ പ്രവർത്തക, എഴുത്തുകാരി എന്ന നിലകളിൽ ഖ്യാതി നേടിയ വനിതയാണ്. 1960കളിലെ സാമൂഹ്യ അവസ്ഥയെ ഒരു വനിത എന്ന രീതിയിൽ ധീരതയോടെ നേരിട്ട ശാരദാമണിയുടെ ജീവിതം വെളിപ്പെടുത്തുന്ന ഓർമ്മക്കുറിപ്പ് ഏതാണ്? ഇൻ സെർച്ച് ഓഫ് ആൻസേഴ്സ് എന്നാണ്. ദളിത് ജെൻഡർ പഠനങ്ങളിൽ തുടക്കക്കാരിയായിരുന്ന കെ ശാരദാമണി ഒരു പ്രമുഖ സാമൂഹ്യ ശാസ്ത്രജ്ഞ, സാമൂഹ്യ പ്രവർത്തക, എഴുത്തുകാരി എന്ന നിലകളിൽ ഖ്യാതി നേടിയ വനിതയാണ്. 1960കളിലെ സാമൂഹ്യ അവസ്ഥയെ ഒരു വനിത എന്ന രീതിയിൽ ധീരതയോടെ നേരിട്ട ശാരദാമണിയുടെ ജീവിതം വെളിപ്പെടുത്തുന്ന ഓർമ്മക്കുറിപ്പിൻ്റെ പേരെന്താണ്? ഇൻ സെർച്ച് ഓഫ് ആൻസേഴ്സ് എന്നാണ്. അടുത്ത നാലാമത്തെ ചോദ്യം, ഭരണഘടനയുടെ എത്രാമത്തെ വകുപ്പ് അനുസരിച്ചാണ് ഭാരതരത്നം പത്മശ്രീ പുരസ്കാരങ്ങൾ ഏർപ്പെടുത്തിയത്? ഭരണഘടനയുടെ എത്രാമത്തെ വകുപ്പ് അനുസരിച്ചാണ് ഭാരതരത്നം പത്മശ്രീ പുരസ്കാരങ്ങൾ ഏർപ്പെടുത്തിയത്? വകുപ്പ് 18. അഞ്ചാമത്തെ ചോദ്യം, ലോകത്തെ ആദ്യത്തെ കളർ 3D ചലച്ചിത്രം ഏതാണ്? ലോകത്തെ ആദ്യത്തെ കളർ 3D ചലച്ചിത്രം ഏതാണ്? ബ്വാന ഡെവിലാണ്. 1952 ചിത്രം ഇറങ്ങിയത്. 7, ഡേവിഡ് വാലസ് തൻ്റെ ഭാര്യയോടൊപ്പം ചേർന്ന് 1922 ഒരു പ്രശസ്ത കുടുംബ മാസിക തുടങ്ങി. ലോകമഹായുദ്ധത്തിൻ്റെ മറുപടികളിൽ നിന്ന് മോചനം നേടവേ ഇദ്ദേഹം ലേഖനങ്ങൾ സമാഹരിച്ചാണ് ഈ മാസിക തുടങ്ങിയത്. ഇന്ന് ലോകം മുഴുവൻ പ്രചാരത്തിലുള്ള ഈ മാസിക ഏതാണ്? റീഡേഴ്സ് ഡൈജസ്റ്റ് ആണ്. 8, മധുബാനി പെയിൻറ്റിങ്ങുമായി ബന്ധപ്പെട്ട മധുബാനി എന്ന സ്ഥലം ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിലാണ്? മധുബാനി പെയിൻറ്റിങ്ങുമായി ബന്ധപ്പെട്ട മധുബാനി എന്ന സ്ഥലം ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിലാണ്? ബീഹാർ. മെയ് മാസത്തിൽ ഈ ചെറുനഗരം ഇരമ്പുകയും ചിരിച്ചാർക്കുകയും വർണ്ണങ്ങളും സുഗന്ധങ്ങളും വാരിയേറുകയും ചെയ്യുമ്പോൾ വിമല അവജ്ഞയോടെ നോക്കി നിൽക്കാറുണ്ട്. ഈ നഗരം നൈനിത്താളാണ്. വിമല ഈ നോവലിലെ കേന്ദ്ര കഥാപാത്രമായ വിമല ടീച്ചറും. ഏതാണ് നോവലിസ്റ്റ് ആരാണ്? രണ്ടും ഓർത്തിരിക്കാം. ഇതൊരു നോവലിലെ ഡയലോഗാണ്.
മെയ് മാസത്തിൽ ഈ ചെറുനഗരം ഇരമ്പുകയും ചിരിച്ചാർക്കുകയും വർണ്ണങ്ങളും സുഗന്ധങ്ങളും വാരിയെറിയുകയും ചെയ്യുമ്പോൾ വിമല അവജ്ഞയോടെ നോക്കി നിൽക്കാറുണ്ട്. ഈ നഗരം നൈനിത്താളാണ്. വിമല ഈ നോവലിലെ കേന്ദ്ര കഥാപാത്രമായ വിമല ടീച്ചറും ഏതാണ് നോവലിസ്റ്റ് ആരാണെന്നാണ്? മഞ്ഞാണ് നോവൽ. അപ്പോൾ മഞ്ഞ് എന്ന നോവലിൽ കേന്ദ്ര കഥാപാത്രം ആരെന്ന് ചോദിച്ചാൽ വിമല ടീച്ചറാണ്. വിമല എന്ന പേരിൽ രചിച്ചത് മഞ്ഞ് രചിച്ചത് MT വാസുദേവൻ നായരാണ് എന്ന് ഓർത്തിരിക്കുക. 10ാമത്തെ ചോദ്യം, വീരശൈവ പ്രസ്ഥാനത്തിൻ്റെ കവിയായ ബസവണ്ണയുടെ ജീവിതത്തെ അവലംബമാക്കി ഗിരീഷ് കർണാട് എഴുതിയ നാടകം. വീരശൈവ പ്രസ്ഥാനത്തിൻ്റെ കവിയായ ബസവണ്ണയുടെ ജീവിതത്തെ അവലംബമാക്കിയിട്ട് ഗിരീഷ് കർണാട് എഴുതിയ നാടകമാണ് തലേദണ്ഡ എന്നത്. തലേദണ്ഡ. അടുത്തത്, ലോക ലളിതകലാ ദിനമായി ആചരിക്കുന്നതെന്ന് ആരുടെ ജന്മദിനമാണ് ഈ ദിനമായി ആചരിക്കുന്നത്? ലോക ലളിതകലാ ദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ 15 ലിയനാർഡോ ഡാവിഞ്ചിയുടെ ജന്മദിനമാണ് ലോക ലളിതകലാ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നുകൂടി ഓർത്തിരിക്കുക. ഏപ്രിൽ 15 ലിയനാർഡോ ഡാവിഞ്ചി. 12ാമത്തെ ചോദ്യം, ഞാൻ ലോകത്തിൻ്റെ രാജാവ് ഏറ്റവും കൂടുതൽ ഓസ്കാർ നേടിയ ചിത്രത്തിൻ്റെ സംവിധായകൻ ഓസ്കാർ പുരസ്കാര വേദിയിൽ പറഞ്ഞ വാക്കുകളാണിത്. ആരാണ് ഈ സംവിധായകൻ? ജെയിംസ് കാമറൂണാണ്. ഞാൻ ലോകത്തിൻ്റെ രാജാവ് ഏറ്റവും കൂടുതൽ ഓസ്കാർ നേടിയ ചിത്രത്തിൻ്റെ സംവിധായകൻ ഓസ്കാർ പുരസ്കാര വേദിയിൽ പറഞ്ഞ വാക്കുകളാണിത്. ആരാണ് ഈ സംവിധായകൻ? ജെയിംസ് കാമറൂണാണ്. ടൈറ്റാനിക് സിനിമയുടെ അവാർഡ് ദാന ചടങ്ങിലാണ് ഇങ്ങനെ പറഞ്ഞത്, ഞാൻ ലോകത്തിൻ്റെ രാജാവ് എന്നത്. അടുത്ത 13, ലോകപ്രശസ്ത നോവലിസ്റ്റായ അഗത ക്രിസ്റ്റി എത്ര അപസർപ്പക നോവലുകൾ എഴുതിയിട്ടുണ്ട്? ലോകപ്രശസ്ത നോവലിസ്റ്റായ അഗത ക്രിസ്റ്റി എത്ര അപസർപ്പക നോവലുകളാണ് എഴുതിയിട്ടുള്ളത്? 66. അടുത്തത് 18ാമത്തെ, തോമസ് ഡിക്സൺ ജൂനിയറിൻ്റെ ദ ക്ലാൻസ്മാൻ എന്ന നോവലിനെ അടിസ്ഥാനപ്പെടുത്തി നിർമ്മിച്ച നിശബ്ദ സിനിമയായ ദ ബർത്ത് ഓഫ് എ നേഷൻ എന്ന ചിത്രത്തിൻ്റെ സംവിധായകൻ ആര്? തോമസ് ഡിക്സൺ ജൂനിയറിൻ്റെ ദ ക്ലാൻസ്മാൻ എന്ന നോവലിനെ അടിസ്ഥാനപ്പെടുത്തി നിർമ്മിച്ച നിശബ്ദ സിനിമയായ ദ ബർത്ത് ഓഫ് എ നേഷൻ എന്ന ചലച്ചിത്രത്തിൻ്റെ സംവിധായകൻ ആരാണ്? D.W. ഗ്രിഫിത്താണ്. D.W. ഗ്രിഫിത്ത്. 14ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ തബലവാദനത്തിൽ പ്രസിദ്ധി നേടിയ ആദ്യ വനിത. ഇന്ത്യയിൽ തബലവാദനത്തിൽ പ്രസിദ്ധി നേടിയ ആദ്യ വനിത. ഇന്ത്യയിൽ സ്ത്രീകൾ മാത്രം ഉൾപ്പെട്ട ആദ്യത്തെ ക്ലാസിക്കൽ മ്യൂസിക് ബാൻഡായ സ്ത്രീ ശക്തി 1966 സ്ഥാപിച്ചു. കേന്ദ്ര സർക്കാരിൻ്റെ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതിയുടെ ബ്രാൻഡ് അംബാസഡർ ആരാണ് ഈ പ്രശസ്ത വനിത? പ്രസ്താവന രീതിയിലാണ്. അപ്പോൾ ഇന്ത്യയിലെ തബലവാദനത്തിൽ പ്രസിദ്ധി നേടിയ ആദ്യ വനിത, ഇന്ത്യയിലെ സ്ത്രീകൾ മാത്രം ഉൾപ്പെട്ട ആദ്യത്തെ ക്ലാസിക്കൽ മ്യൂസിക് ബാൻഡായ സ്ത്രീ ശക്തി 1966 സ്ഥാപിച്ചു. 1996 സ്ഥാപിച്ചു. കേന്ദ്ര സർക്കാരിൻ്റെ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതിയുടെ ബ്രാൻഡ് അംബാസഡറാണ്. ആരാണ് ഈ പ്രശസ്ത വനിത? അനുരാധ പല്ലാണ്. അനുരാധ പല്ല്. ഇനി 15ാമത്തെ, ബംഗ്ര രാജകുമാരൻ എന്നറിയപ്പെടുന്ന പഞ്ചാബ് ഗായകൻ. ബംഗ്ര രാജകുമാരൻ എന്നറിയപ്പെടുന്ന പഞ്ചാബ് ഗായകൻ സുഖ്ബീർ സിംഗ് ആണ്. സുഖ്ബീർ സിംഗ്. 16, സോവിയറ്റ് യൂണിയനിൽ മാത്രമായി 20 ഭാഷയിലായി 120 പതിപ്പ് ഏകദേശം 40 ലക്ഷം കോപ്പി. ഒരു പ്രസ്താവന രീതി ചോദ്യമാണ്. സോവിയറ്റ് യൂണിയനിൽ മാത്രമായിട്ട് 20 ഭാഷയിലായിട്ട് 120 പതിപ്പ് ഏകദേശം 40 ലക്ഷം കോപ്പി. 100 കണക്കിന് നാടകങ്ങളും ഓപ്പറുകളും ഈ കൃതിയെ മുൻനിർത്തി ജന്മം കൊണ്ടു. കേരളത്തിൽ NN പിള്ളയുടെ ഗറില്ല എന്ന നാടകം ഈ കൃതിയെ ആധാരമാക്കിയുള്ളതാണ്. മാതൃഭൂമിക്കും ജനങ്ങൾക്കും വേണ്ടി അങ്ങേയറ്റം ധീരതയോടെ പൊരുതാനും ജീവിതം ബലിയർപ്പിക്കാനും ഇത്രയധികം ചെറുപ്പക്കാരെ പ്രേരിപ്പിച്ച വിശിഷ്ടമായ മറ്റൊരു നോവൽ ഉണ്ടാകില്ല. ഏതാണ് നോവൽ? ആരാണ് നോവലിസ്റ്റ് എന്ന് നോക്കുക. നോവല് ദ ഗാഡ് ഫ്ലൈ ആണ്. അതായത് കാട്ടുകടന്നൽ. ദ ഗാഡ് ഫ്ലൈ അല്ലെങ്കിൽ കാട്ടുകടന്നൽ. ഏതിൽ ലിലിയൻ വോയ്നിച്ചാണ് രചിച്ചത്. നോവലിസ്റ്റ് ഏതിൽ ലിലിയൻ വോയ്നിച്ച് എന്നാണ് പേര്. അടുത്തത് 17ാമത്തെ, ഹരിണാക്ഷി ജനമൗലിമണേ നീ അരികിൽ വരിക മാലിനി. ഹരിണാക്ഷി ജനമൗലിമണേ നീ അരികിൽ വരിക മാലിനി. സംഭോഗ ശൃംഖാര പ്രധാനമായ ഒരു കഥകളി രംഗത്തിലാണ് ഈ പദപ്രയോഗം കടന്നു വരുന്നത്. ഏതാണ് കഥ? കീചകവധമാണ് കേട്ടോ. കീചകവധം. അടുത്ത 19, കമ്പിളി വസ്ത്രങ്ങളുടെ രാജാവ് എന്നാണ് ഈ വസ്ത്രകലാശാഖയുടെ പേരിൻ്റെ അർത്ഥം. ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള വസ്ത്രകലാശാഖയാണിത്. ഹിമാലയത്തിലെ ഉയർന്ന പ്രദേശങ്ങളിൽ കാണപ്പെട്ടിരുന്ന ആൻറ്റിലോപ്പ് അതായത് ചീരു എന്ന വന്യമൃഗത്തിൻ്റെ രോമത്തിൽ നിന്നാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത്. നിലവിൽ നിരോധിക്കപ്പെട്ടിട്ടുള്ളത് ഈ വസ്ത്രകലാശാഖ ഏതാണ്?
ഷഹട്ടൂഷാണ്. ഷഹട്ടൂഷ് എന്ന വസ്ത്രകലാശാഖയാണ്. 20ാമത്തെ ചോദ്യം, ആരുടെ ആത്മകഥയാണ് കിളിക്കാലം? പി. വത്സലയുടെയാണ്. ഓർത്തിരിക്കുക. ആരുടെ ആത്മകഥയാണ് കിളിക്കാലം? പി. വത്സല. മലയാളത്തിലെ ആധുനിക കവിതയ്ക്ക് തുടക്കം കുറിച്ച കവിതയാണ് കുരുക്ഷേത്രം. ആരാണ് കവി? അയ്യപ്പ പണിക്കരാണ്. ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ്, അയ്യപ്പ പണിക്കർ. 22ാമത്തെ പ്രസ്താവന രീതി ചോദ്യം, 17ാം വയസ്സിൽ ഭാരതാന്തം ആട്ടക്കഥ എഴുതി ചിട്ടപ്പെടുത്തി. ഛായാമുഖി, മകരധ്വജൻ ഉൾപ്പെടെ 30ഓളം നാടകങ്ങൾ എഴുതുകയും 60ഓളം നാടകങ്ങൾ സംവിധാനം ചെയ്തു. കർണാടക സർക്കാരിന് വേണ്ടി ഭാസന്റെ സംസ്കൃത നാടകമായ സ്വപ്ന വാസവദത്തം സംവിധാനം ചെയ്തു. ആരാണ് അടുത്ത കാലത്ത് അന്തരിച്ച ഈ പ്രശസ്ത നാടകകൃത്ത്? പ്രശാന്ത് നാരായണനാണ്. പ്രശാന്ത് നാരായണൻ. അടുത്തത് 23, മെൽക്കോദിയാസ് എന്ന ജിപ്സി പ്രത്യക്ഷപ്പെടുന്നത് മാർക്കേസിൻ്റെ ഏതു നോവലിലാണ്? മെൽക്കേദിയാസ് എന്ന ജിപ്സി പ്രത്യക്ഷപ്പെടുന്നത് മാർക്കേസിൻ്റെ ഏത് നോവലിലാണ്? ഏകാന്തതയുടെ 100 വർഷങ്ങളാണ്. ഇമ്പോർട്ടൻ്റ്, SCERT-ലാണ്, ഓർത്തിരിക്കുക. 24, 1803 മുതൽ 1857 വരെയുള്ള ഡൽഹി ചരിത്രത്തെ അനാവരണം ചെയ്തുകൊണ്ട് സ്വപ്ന ലിഡിൽ എഴുതിയ പുസ്തകം ദ ബ്രോക്കൺ സ്ക്രിപ്റ്റ് ആണ്. ദ ബ്രോക്കൺ സ്ക്രിപ്റ്റ്. 25, കേരളത്തിലെ പാലക്കാട്, തൃശ്ശൂർ, മലപ്പുറം ജില്ലകളിൽ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ നടക്കുന്ന ഈ നാടോടി കലയിൽ ദാരികവധമാണ് മുഖ്യ പ്രമേയമായിട്ടുള്ളത്. ഏതാണ് ഈ നാടൻ കല? തോൽപ്പാവക്കൂത്താണ്. തോൽപ്പാവക്കൂത്ത്. അപ്പോൾ ഇന്ന് നമ്മളും ഈ 25 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് പഠിക്കുന്നത്. എല്ലാവരും നോട്ടിലേക്ക് എഴുതിയെടുത്ത് കറക്റ്റായി പഠിക്കുക. പുതിയ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. ഒപ്പം നമ്മുടെ SCERT-യും ഇംഗ്ലീഷും ലാംഗ്വേജ് മലയാളവും എല്ലാം ഒരുമിച്ച് തന്നെ കൊണ്ടുപോകണം. ഡെയിലി റിവിഷൻ നടത്തുക. ഒപ്പം ആഴ്ചയിൽ ഒരു ദിവസം ആ ഒരാഴ്ചകളിലോ അല്ലെങ്കിൽ അതുവരെയുള്ള ആഴ്ചകളിലോ നടത്തിയ ഭാഗങ്ങൾ ഏതാണോ അത് നന്നായിട്ട് റിവിഷൻ നടത്താൻ വേണ്ടി ഉപയോഗിക്കുക.